ത അല്ലെങ്കിൽ ഇർത്ത എന്നീ ശബ്ദങ്ങൾക്ക് വേണ്ടി ര അല്ലെങ്കിൽ റ രേഖ നമ്മൾ ഹാഫ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റ രേഖ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു വാക്കിന് വേണ്ടി ഹാഫ് ചെയ്യാനായിട്ട് പാടില്ല. ഉദാഹരണം റൈറ്റ് എന്നുള്ളതിന് നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ആ ഒരു സ്ട്രോക്ക് എഴുതണം, ഹാഫ് ചെയ്ത് എഴുതാനായിട്ട് പാടില്ല. ഡ അല്ലെങ്കിൽ ഡ രേഖയ്ക്ക് മുമ്പ് അയ്യ ഓയ എന്നിവ വന്നാലും പകുതിയാക്കാൻ പാടില്ല. അപ്പോൾ അയ്യ ഓയ എന്നീ അടയാളങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് ചെയ്യാനായിട്ട് പാടില്ല, ഫുൾ സ്ട്രോക്ക് തന്നെ എഴുതുക. പകുതിയാക്കിയ ഒരു രേഖയോട് വേറൊരു രേഖ ചേർത്തെഴുതുമ്പോൾ പകുതിയാക്കിയതും മുഴുവനാക്കിയതുമായ രേഖ ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമെന്ന് തോന്നുന്ന പക്ഷം പകുതിയാക്കാതെ മുഴുവൻ രേഖയായി തന്നെ എഴുതണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഇതിൽ കുക്കുടു എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് പകുതിയാക്കിയ ഒരു രേഖയോട് വേറൊരു രേഖ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് ക്ലിയർ ഇല്ല. അപ്പോൾ കായും കാ ഹാഫ് ചെയ്തതും കൂടെ എഴുതുമ്പോൾ ഇത് ഒരു കാ പൂർണ്ണമായിട്ടുള്ള രേഖയും ഹാഫ് ചെയ്തതുമാണെന്ന് വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഒറ്റ വരയായിട്ട് മാത്രമേ തോന്നുള്ളൂ. അപ്പം അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു സ്ട്രോക്ക് ഡബിൾ ചെയ്യാതെ ക ഡ ഉ അങ്ങനെ പൂർണ്ണമായിട്ട് എഴുതണം. പൂർണ്ണമായിട്ട് എഴുതാം. പകുതിയാക്കുന്ന രേഖ ചേർത്തെഴുതാൻ അസൗകര്യം വരുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ വിട്ടെഴുതാം. ഉദാഹരണം നോക്കൂ. എടുക്കപ്പെട്ട് പാടുപെട്ട്. എടുക്കപ്പെട്ട് നമ്മളിതാ പൂർണ്ണമായിട്ട് എഴുതി. പാടുപെട്ട് ഈ ഉദാഹരണം നോക്കൂ, വിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് എഴുതാം എന്നതാണ് പറയുന്നത്.